നിലമ്പൂരിന്റെ പച്ചപ്പും വിപ്ലവ വീര്യവും സിരകളിൽ ആവാഹിച്ചൊരു മനുഷ്യൻ. മലപ്പുറം ജില്ലയിലെ മണ്ണിൽ ജനിച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കൊടിപ്പടം തോളിലേറ്റി നിയമസഭാ മണ്ഡലത്തിന്റെ പ്രതിനിധിയായി ഒടുവിൽ സ്വന്തം തട്ടകമായ നിലമ്പൂരിൽ വീണ്ടും പോരാട്ടത്തിനിറങ്ങുമ്പോൾ എം സ്വരാജ് എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ ഒരു അടയാളപ്പെടുത്തലാണ്. 1988 SFIയിലൂടെ പൊതുപ്രവർത്തനത്തിലേക്ക് കടന്നുവന്ന എം സ്വരാജ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ മുൻനിര പോരാളിയായി മാറി. SFIയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും പിന്നീട് DYFIയുടെ സംസ്ഥാന സെക്രട്ടറിയായും പ്രസിഡന്റായും അദ്ദേഹം വളർന്നു. ഓരോ പടവുകളിലും പോരാട്ടങ്ങളുടെയും സംഘടനാ മികവിന്റെയും തഴമ്പുകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ തെളിഞ്ഞു. വിദ്യാർത്ഥി യുവജന പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേരളം കേട്ടു. സമരമുഖങ്ങളിൽ മുന്നിൽ നടന്നു. നിയമ ബിരുദധാരി എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും അദ്ദേഹം തന്റെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചു. നിയമത്തിന്റെ വഴികളിലൂടെ നീതിക്ക് വേണ്ടി വാദിച്ചു. രാഷ്ട്രീയ ലേഖനങ്ങൾക്കും വിശകലനങ്ങൾക്കും മലയാളികൾ കാതോർക്കുന്ന ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ട്. 2016 തൃപ്പൂണിത്തുറ എന്ന ചരിത്ര പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എം സ്വരാജ് എന്ന പേര് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വ്യക്തമായി അടയാളപ്പെടുത്തി. നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം ഒരു മികച്ച വാഗ്മിയായി. പ്രതിപക്ഷ ബെഞ്ചിൽ ഇരുന്നപ്പോഴും ഭരണപക്ഷത്തായിരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ വാദഗതികൾക്ക് ശക്തിയും വ്യക്തതയും ഉണ്ടായിരുന്നു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ അദ്ദേഹത്തിന് അടിതെറ്റി. 5 പതിറ്റാണ്ടിലേറെയായി, അതായത് 58 വർഷമായി CPM ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കാത്ത നിലമ്പൂരിലേക്ക് PV അൻവറിന്റെ രാജിയിലൂടെ അപ്രതീക്ഷിതമായി കടന്നുവന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാർട്ടി എം സ്വരാജിനെ നിയോഗിക്കുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തം കൂടിയാണ്. നിലമ്പൂർ മണ്ഡലത്തിൽ സ്വന്തം തട്ടകത്തിൽ നിന്നുള്ള ഒരാൾ CPM ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അത് മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. വർഷങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യവും സംഘടനാശേഷിയും വാക്ചാതുര്യവും കൈമുതലാക്കിയ എം സ്വരാജ് നിലമ്പൂരിന്റെ മണ്ണിൽ പുതിയൊരു രാഷ്ട്രീയ ചരിത്രം കുറിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.